ഇന്നലെ ഒരു കൊടൂര സിനിമ കണ്ടു. കൊടൂര സിനിമ എന്ന് പറഞ്ഞാൽ ചില സിനിമകളുണ്ട്, ഞാനിത് കണ്ടു കഴിയുന്ന സമയത്ത് ഇതിനൊരു ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു ക്ലൈമാക്സ് ഉണ്ടാവില്ല. ആ ഒരു ഭീകരത മൊത്തമായിട്ട് ഇപ്പോൾ ചെങ്കോല്, കിരീടം ഒക്കെ സിനിമ പോലെ തന്നെ അതിലൊരു സൊല്യൂഷൻ ഇല്ല. അതങ്ങനെ നമ്മുടെ ഉള്ളിൽ അതങ്ങനെ ഒരു എന്താ പറയുക, അയ്യോ ഇവർക്ക് ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു അല്ലേ എന്ന് തോന്നുന്ന രീതിയിലുള്ള ഒരു ഫീലിംഗ് ഉണ്ടാക്കി തരുന്ന സിനിമകളുണ്ട്. ഒരു ഇൻകംപ്ലീറ്റ് ആവുന്ന ഒരു സിനിമകൾ, ആ ഒരു ലെവലിലുള്ള സിനിമകൾ. ഡൗൺ റേഞ്ച് എന്ന് പറഞ്ഞ സിനിമയൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആ ടൈപ്പിലുള്ള ഒരു സിനിമയായിട്ട് എനിക്ക് നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് പറയാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഈ സിനിമ. ദി റൂയിൻസ് എന്ന് പറഞ്ഞ ഒരു സിനിമ 2008 പുറത്തിറങ്ങിയ ഒരു ത്രില്ലർ മിസ്റ്ററി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഇതിലൊരു വില്ലന്മാരല്ല, ഇതൊരു ഞാൻ പറഞ്ഞല്ലോ ഒരു മിസ്റ്ററി ഓറിയൻറ്റഡ് സിനിമയാണ്, ഒരു സൂപ്പർസ്റ്റിഷണൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ്. ഗോസ്റ്റ് ആണെന്ന് ചോദിച്ചാൽ അതല്ല. അതിലൊരു വില്ലൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിലെ ചെടികളൊക്കെയാണ് അതിലെ വില്ലൻ എന്നൊക്കെ പറയേണ്ടി വരും. അങ്ങനത്തെ ലെവലിലുള്ള ഒരു സിനിമയാണ്. അപ്പോൾ കഥയിലേക്ക് വരുന്ന സമയത്ത് ജെഫ്, എറിക്ക്, എമി, പിന്നെ വേറൊരു പെണ്ണുണ്ടെങ്കിൽ സ്റ്റേസി, ഇവർ 4 പേരും കൂടെ മെക്സിക്കോയിൽ അവധിക്കാലം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് എത്തിയതാണ്. അങ്ങനെ ഭയങ്കരമായിട്ട് സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇങ്ങനെ അടിച്ചു പൊളിച്ചിരിക്കുമ്പോഴാണ് മത്യാസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയായിട്ട് ഇവർ പരിചയത്തിലാവുന്നത്. അപ്പോൾ മത്യാസ് പറയാണ്, മത്യാസ് അയാളൊരു ജർമ്മൻകാരനാണ്. മത്യാസ് പറയാണ്, എൻ്റെ അനിയൻ കഴിഞ്ഞ ദിവസം ഇവിടുന്ന് ആർക്കിയോളജി എന്ന് പറഞ്ഞിട്ടുള്ളൊരു അവൻ്റെ ഒരു ഗേൾ ഫ്രണ്ടിനെയും കൂട്ടി ആർക്കിയോളജി ആണെന്ന് പറഞ്ഞിട്ട് ഏതോ ഒരു സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്, ഒരു കാട്ടിലേക്ക് പോയിട്ടുണ്ട്. മാപ്പിലൊന്നും ഇല്ലാത്ത സ്ഥലമാണ്, ആരും കേട്ടുകേൾവി പോലും ഇല്ലാത്തൊരു സ്ഥലമാണ്. അപ്പോൾ മെക്സിക്കോ നമുക്കറിയാം ഒരുപാട് പിരമിഡുകളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അപ്പോൾ ആർക്കിയോളജിക്കൽ എന്താ പറയുക എക്സ്പ്ലോറേഷൻ ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ് മെക്സിക്കോ എന്ന് പറഞ്ഞ രാജ്യം. അങ്ങനെ ഇവർക്കും ഭയങ്കര എക്സൈറ്റഡ് ആയി. ഒരു അമേരിക്കൻസ് ആയതുകൊണ്ട് ഇവർക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. എന്താ പറയുക, അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടല്ലോ, അവർക്കൊക്കെ എന്ത് പറ്റിക്കഴിഞ്ഞാലും അവരുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ അവരന്വേഷിച്ച് വരാത്ത ആരും ഉണ്ടാവില്ല. അവർക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയി, എവിടെ പോകാൻ എന്ത് ചെയ്യാനൊക്കെ ഭയങ്കര അഡ്വഞ്ചറസ് ഉള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇൻട്രസ്റ്റ്. അങ്ങനെ ഇവർ പറയുകയാണ്, എന്നാലും തൻ്റെ അനിയൻ പോയതല്ലേ, നമുക്കൊന്ന് അനിയനും ഗേൾഫ്രണ്ടും തിരിച്ചു വന്നിട്ടില്ല, അപ്പോൾ എന്തായാലും അവരെ തിരക്കിയും കൂടെ പോവാണ്, നമുക്ക് പോയേക്കാം. ഭയങ്കര ഒരു എക്സൈറ്റ്മെൻറ്റ് ആവുമല്ലോ, ഭയങ്കര വെറൈറ്റി ആവുമല്ലോ. അപ്പോൾ ഇവർ കപ്പിൾസാണ്, 2 കപ്പിൾസാണ്. അപ്പോൾ ഇവർ ഒരു കുൽസിത പ്രവൃത്തിയൊക്കെ അവിടെ നിന്നൊക്കെ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇവർ പോവും. അങ്ങനെ അവിടുത്തെ ഒരു ഗ്രാമത്തിലെത്തുകയാണ്, ഒരു വില്ലേജ്. ഒരുപാട് നഗരത്തിൽ നിന്ന് ഒരുപാട് മാറിയിട്ട് ഒരു വില്ലേജ് ഓറിയൻറ്റഡ് ആയിട്ടൊരു സ്ഥലത്തെത്തുകയാണ്. അപ്പോൾ അവിടുത്തെ ആളുകളൊക്കെ പറയുകയാണ്, ഈ സ്ഥലത്തേക്ക് പോകണ്ട, അത് ഭയങ്കര ദുരന്തം നിറഞ്ഞ സ്ഥലമാണ്, ഡ്രൈവറൊക്കെ കൊണ്ടുവിടാന്ന് പറയുന്നത്. ഡ്രൈവർ പറയുന്നത് ഞങ്ങൾ അങ്ങോട്ട് കൊണ്ടുവിടില്ല എന്നൊക്കെ പറയും. അപ്പോൾ അധികം പൈസയൊക്കെ കൊടുത്തിട്ടാണ് ഇവരൊരു ട്രക്കിലൊക്കെ കയറ്റിയിട്ട് ആ ഒരു 10-15 കിലോമീറ്റർ മാറിയിട്ട് ഇവരെ അവിടെ എത്തിക്കുന്നത്. ഒരു കാട്, മൊത്തമായിട്ടുള്ളൊരു കാട്. അങ്ങനെ ഇവരതിങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ കാട്ടിൽ കുറേ ട്രൈബ്സ് ഉണ്ട്, ആളുകളുണ്ട്. അപ്പോൾ ഇവരെല്ലാവരും ഇവരിങ്ങനെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ 5 പേര് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, അതായത് മത്യാസ് ഉൾപ്പെടെ 5 പേര് ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്, ഇവരിങ്ങനെ ഇവരൊക്കെ തുറച്ചു നോക്കിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇവരൊരു മറച്ചു വെച്ച ഒരു ഇടവഴിയിലൂടെ പോകുന്ന സമയത്ത് ഒരു പാതി പൊളിഞ്ഞ ഒരു പിരമിഡ് കണക്കെയുള്ള പിരമിഡ് തന്നെ ഒരു പിരമിഡ്. അങ്ങനെ ആ പിരമിഡ് മുഴുവൻ കാടൊക്കെ നിറഞ്ഞിരിക്കുകയാണ്. പക്ഷേ പടിപടിയായിട്ട് ആളുകൾക്ക് മുകളിൽ കയറാനൊക്കെ പറ്റും. അങ്ങനെ ഏറ്റവും മുകളിൽ ഇതിൻ്റെ ഒരു എൻഡില്ല, അതൊരു ഭയങ്കര മുകളിലൊരു ടേബിൾ ടോപ്പ് പോലെയാണ്, ഒരു ബേസാണ്. അങ്ങനെ ഇവർ താഴെ നോക്കുന്ന സമയത്ത് മുകളിൽ ഒരു ടെൻ്റൊക്കെ കെട്ടി വെച്ചിട്ട്, അപ്പോൾ മത്യാസിന് മനസ്സിലായി തൻ്റെ അനിയൻ്റെ ടെൻ്റാണ്. അപ്പോൾ അനിയൻ അതിൻ്റെ മുകളിൽ തന്നെ ഉണ്ടാവും, എന്തായാലും അങ്ങോട്ട് പോകാമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ആ ഒരു പിരമിഡിൻ്റെ അടുത്തേക്ക് എത്തുമ്പോഴാണ് അവിടുത്തെ ട്രൈബ്സ് ഒരുപാട് പേര് ഇവരെ വളയുന്നത്. അങ്ങനെ ഇവരുടെ കയ്യിൽ ഗണ്ണുണ്ട്, കത്തിയുണ്ട്, അമ്പും വില്ലും ഉണ്ട്. അങ്ങനെ ഇവർക്ക് പേടിയായി, അയ്യോ ഞങ്ങൾ എന്താ പറയുക, ഞങ്ങളൊരു തെറ്റും ചെയ്തിട്ടില്ല, പിന്നെ എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ വളഞ്ഞിട്ടിട്ട് ആക്രമിക്കാനായിട്ട് വരുന്നത്. അങ്ങനെ ഇവർ ആ ഒരു പിരമിഡിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ ഓടാൻ തുടങ്ങി, അതിൻ്റെ വള്ളിച്ചെടിയൊക്കെ പിടിച്ച് കയറാൻ തുടങ്ങി. അപ്പോൾ ഈ പിരമിഡ് തൊട്ട അല്ലെങ്കിൽ അവിടെ ചെടികളൊക്കെ തൊട്ട ഒരാളെ പോലും തിരിച്ച് എക്സിറ്റ് ചെയ്യാനായിട്ട് ഈ ട്രൈബ്സ് സമ്മതിക്കുന്നില്ല. അത് അവരുടെ കൂട്ടത്തിലൊരു കുട്ടിയാണെങ്കിൽ പോലും അവരുടെ ഒരു ചെടിയുടെ ഒരു അംശം ആ ഒരു കുട്ടിയുടെ മേലെ തട്ടുന്ന സമയത്ത് ആ കുട്ടിയെ പോലും ഇവർ കൊന്നുകളഞ്ഞു, ട്രൈബ്സ് കൊന്നുകളഞ്ഞു. എന്താണ് ആ സ്ഥലത്തിൻ്റെ ഒരു മിസ്റ്ററി എന്ന് അവർക്ക് നോക്കണമെന്നുണ്ട്. അങ്ങനെ ഇവരെല്ലാവരും കൂടെ ആ സമയത്ത് ഈ ഒരു എന്താ പറയുക രക്ഷപ്പെടാനായിട്ട് ഈ പിരമിഡിൻ്റെ മുകളിലേക്ക് കയറാൻ പോയി. അങ്ങനെ അവർ ഓടിക്കതച്ച് താഴെ ഇറങ്ങിയാലേ പ്രശ്നമുള്ളൂ, പക്ഷേ മുകളിലേക്ക് കയറുന്ന ഒരാളെ പോലും ഈ ട്രൈബ്സ് അറ്റാക്ക് ചെയ്യുന്നില്ല. അങ്ങനെ മുകളിലെത്തുന്നു, ആ ടെൻറ്റ് കാണുന്നു. പക്ഷേ അവിടുത്തെ ഒരു സങ്കടകരമായിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ മത്യാസിൻ്റെ ബ്രദറും ആ ഒരു ഗേൾ ഫ്രണ്ടും അവിടെ മരണപ്പെട്ടിരുന്നു. മത്യാസിൻ്റെ ഡെഡ് ബോഡിയൊക്കെ അവർ കാണുകയുണ്ടായി. ഒരു ചെടിയിലൊക്കെ മൂടി കിടക്കുന്ന ആ ഒരു ഡെഡ് ബോഡി അവർക്ക് പേടിയായി. ഇനി താഴേക്ക് ഇറങ്ങാനും പറ്റില്ല, അവർക്ക് ഫോണിൽ റേഞ്ച് ഇല്ല, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നു, ആരെയും കോൺടാക്ട് ചെയ്യാൻ പറ്റുന്നില്ല. പക്ഷെ അപ്പോഴും അവർ വിചാരിക്കുന്നുണ്ട് തങ്ങൾ സ്റ്റേ ചെയ്യുന്ന ഹോട്ടലിൽ നിന്നാണെങ്കിൽ ഇപ്പോൾ ഒരു 4 പേരെ കാണാനില്ല. അപ്പോൾ എന്തായാലും ആരെങ്കിലും തങ്ങളെ തേടി വരാതിരിക്കില്ല, നമുക്ക് ഇവിടെ തന്നെ താമസിക്കാം, ഇവിടെ തന്നെ കുറച്ച് ദിവസം 2-3 ദിവസം നമുക്ക് ഇവിടെ നിന്ന് നോക്കാം, തീർച്ചയായിട്ടും നമ്മളെ ആരെങ്കിലും തേടി വരാതിരിക്കില്ല. പക്ഷെ അവരുടെ അടുത്ത് ഭക്ഷണമില്ല, വെള്ളമില്ല,
അപ്പോൾ താഴേക്കാണെങ്കിൽ ഇവിടെയുള്ള ഈ ട്രൈബ്സ് മുഴുവനായിട്ട് അവിടെ ടെൻ്റൊക്കെ കെട്ടി താമസിക്കാൻ തുടങ്ങി. കാരണം മറ്റൊരു പുറത്തിറങ്ങി കഴിഞ്ഞാൽ അപ്പം കൊല്ലാൻ വേണ്ടിയിട്ട് ഈ ട്രൈബ്സ് മൊത്തം അവിടെ വട്ടത്തിൽ അവിടെ വളഞ്ഞിരിക്കുകയാണ്. അങ്ങനെ മുകളിൽ ഒരു കിണർ പോലെയുള്ള, അതായത് ഈ പിരമിഡിൻ്റെ അകത്തേക്ക് കയറാനുള്ളൊരു കുഴിയുണ്ട്. അപ്പോൾ അവർ കയറൊക്കെ കെട്ടി കഴിഞ്ഞിട്ട് താഴേക്ക് ഇറങ്ങി പോകാം അവർ. അപ്പോൾ അതിനുള്ളിൽ ഒരു മൊബൈലിൻ്റെ സൗണ്ട് അവർ കേൾക്കുകയാണ്. അവർ വിചാരിക്കുകയാണ് താഴെ മൊബൈലിൻ്റെ സൗണ്ട് കേൾക്കുന്നത്, അപ്പോൾ ചിലപ്പോൾ താഴെ റേഞ്ച് ഉണ്ടാവും, അപ്പോൾ തീർച്ചയായിട്ടും താഴേക്ക് ഇറങ്ങി നോക്കാമെന്ന് വിചാരിച്ചിട്ട് ഈ 2 പെൺകുട്ടികൾ സ്റ്റേസിയും മറ്റേ പെണ്ണും കൂടെ താഴേക്ക് ഇറങ്ങാൻ വേണ്ടി പോകുന്നതും അവർക്ക് അനുഭവപ്പെടുന്ന ഒരുപാട് ഭീകരമായിട്ടുള്ള ഹൊറർ സിറ്റുവേഷൻസുമാണ് ഈ ഒരു സിനിമയിലുള്ളത്. മുകളിൽ എന്താണ്, അല്ലെങ്കിൽ അവിടെ ആ ഒരു ശാപം കിട്ടിയ ആ ഒരു പിരമിഡിന് ചുറ്റും എന്താണുള്ളത്? ഞാൻ തീർച്ചയായിട്ടും പറയുകയാണ്, ഒരു പ്രേതമോ ഭൂതമോ പിശാചോ അല്ലെങ്കിൽ അവർക്കിടയിലുള്ള ഒരു സൈക്കോയോ അങ്ങനെയൊന്നുമല്ല. അത് അവിടുത്തെ ചെടികളായിരുന്നു, അവിടുത്തെ ജീവനുള്ള മനുഷ്യത്തീനികളായിട്ടുള്ള ചെടികൾ. ഞാൻ തമ്പനയിലൊക്കെ ക്യാപ്ഷനിലൊക്കെ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഭീകരമായിട്ടൊരു അവസ്ഥ ഉണ്ടാക്കുന്നത് അവിടുത്തെ ചെടികളായിരുന്നു. ആ ചെടികൾക്കിടയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ ഇല്ലയോ, അല്ലെങ്കിൽ ആ ട്രൈബ്സിനിടയിൽ നിന്ന് അവർക്ക് രക്ഷപ്പെടാൻ പറ്റുമോ, പുറത്തേക്ക് എത്താൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് ഈ ഒരു സിനിമയുടെ ക്ലൈമാക്സിലേക്ക് വരുന്നത്. കിടിലൻ സിനിമ, ഞാൻ അത്രയും ത്രില്ലടിച്ചിട്ട് കണ്ട ഒരു സിനിമയാണ്. അതായത് സ്ലോ പേസ്ഡ് ആയിട്ട് പോയിട്ട് ഇടയ്ക്കൊന്ന് ഭയങ്കരമായിട്ട് ഒരു എൻ്റർടൈൻമെൻ്റ് ഒക്കെ തന്ന് പിന്നെയും ക്ലൈമാക്സിലേക്ക് എത്തുമ്പോൾ ചടയെന്ന് പറഞ്ഞിട്ട് പോകുന്ന സീനുകളാണുള്ളത്. തീർച്ചയായിട്ടും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നൊരു സിനിമയാണ്. നിങ്ങൾ എന്തായാലും കാണുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് റെക്കമെൻഡ് ചെയ്ത് കൊടുക്കുക. നാളെ മറ്റൊരു എപ്പിസോഡിൽ മറ്റൊരു അടിപൊളി സിനിമ വരാം.